ഹോർമുസ് കടലെടുക്ക് ലോക ഭൂപടത്തിലെ ഒരു ചെറുവരയല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക നാഡി താളമിടിക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു കവാടമാണ്. ദിവസേന കോടിക്കണക്കിന് ബാരൽ എണ്ണ കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ ജലപാതയിൽ ഒരു ചെറിയ ചലനം പോലും ആഗോള വിപണികളെ കുലുക്കുവാൻ മതിയാകുമെന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫിൽ ഒരു നിമിഷമുയരുന്ന സംഘർഷം അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും വിപണികളെ വരെ വിറപ്പിക്കുന്നതാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഓരോ നാവിക താവളവും തുറമുഖവും ആണവ കേന്ദ്രവും ലോകശക്തികളുടെ കണ്ണിൽ വെറും ഭൂമിശാസ്ത്ര സ്ഥാനങ്ങൾ മാത്രമല്ല, അവ സമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും ചിഹ്നങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇറാൻ ഈ മേഖലയിൽ ശക്തമായ ഒരു പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പിടിച്ചു നിൽക്കുവാൻ ശേഷിയുള്ള ഒരു സമുദ്ര ശൃംഖല നിശബ്ദവും എന്നാൽ അതീവ കൃത്യതയോടെയും അവർ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കോട് ചേർന്ന് നിലകൊള്ളുന്ന ഇറാനിയൻ നാവിക കേന്ദ്രങ്ങൾ, അതായത് ഈ ഹോർമുസ് കടലിടുക്കുണ്ടല്ലോ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇറാനിയൻ നാവിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇറാന്റെ സമുദ്ര പ്രതിരോധ ശേഷിയുടെ മുഖ്യ നാഡിയാണ് ഇവയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ കിലോ ക്ലാസ് അന്തർവാഹിനികളും ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റുകളും അവിടെ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ ഈ പ്രദേശം വെറും ഒരു തുറമുഖമല്ല, ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻ ഹബ്ബാണിതെന്ന് പറയേണ്ടി.